അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, HSM പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ, നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം അത് കാണുക, അതിൻ്റെ തുടർച്ചയാണ്. ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ 4 വിധമാണ്. 4 വിധമാണ്. ഒന്ന്, നിർബന്ധമായ നോമ്പ്. നമുക്കറിയാം, റമദാൻ മാസത്തിലെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് നിർബന്ധമായ നോമ്പാണ്. പിന്നെ സുന്നത്തായ നോമ്പ്, രണ്ടാമത്തേതാണെന്ത്? സുന്നത്തായ നോമ്പ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. 3, കറാഹത്തായ നോമ്പ്. ആ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കൽ കറാഹത്താണ്. 4, ഹറാമായ നോമ്പ്. ആ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കൽ എന്താണ്? ഹറാമാണ്, കുറ്റം ലഭിക്കുന്നതാണ്, ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നോക്കൂ. വാജിബായ നോമ്പുകൾ ആകെ 6 വിധമാണ്. വാജിബായ നോമ്പുകൾ, നിർബന്ധമായ നോമ്പുകൾ. 1, റമദാനിലെ നോമ്പ് തന്നെ. നമുക്കൊക്കെ അറിയാം അല്ലേ? റമദാൻ 1 മുതൽ 30 വരെ, അല്ലെങ്കിൽ 29 മാസം കാണുന്നവരെ അല്ലേ? റമദാനിൽ നഷ്ടപ്പെട്ടത് ഖളാ വീട്ടുന്ന നോമ്പ്. ഒരാൾക്ക് റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ അല്ലേ? അപ്പോൾ അവരെന്താവും? ആ നോമ്പ് ഖളാ വീട്ടും. ആ നോമ്പ് അവർക്ക് നിർബന്ധമായ നോമ്പാണ്. 3, കഫാറത്തിൻ്റെ നോമ്പ് എന്നാണ്. നമ്മൾ പ്രായശ്ചിത്തം, നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്ത ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരും. ആ നോമ്പ് നിർബന്ധമാണ്. അതിനാണ് കഫാറത്തിൻ്റെ നോമ്പ് എന്ന് പറയാം. പിന്നെ ഹജ്ജിലും ഉംറയിലും അറവിന് പകരമായി വരുന്ന നോമ്പ്. ഹജ്ജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉംറ ചെയ്യുമ്പോൾ അറവ് വേണ്ടി വരും അല്ലേ? അപ്പോൾ ആ അറവിന് സാധിക്കാതെ വന്നാൽ അവന് നോമ്പ് അനുഷ്ഠിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ നോമ്പൊക്കെ നിർബന്ധമായ നോമ്പാണ്. അടുത്തത്, മഴയെ തേടാൻ പോകുന്നതിന് മുമ്പ് ഖാദി കൽപ്പിച്ച നോമ്പ്. അപ്പോൾ സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്നാണ് അതിന് പറയാം. മഴയെ തേടുന്ന നമസ്കാരം. ആ നമസ്കാരത്തിന് മുമ്പ് ഖാദി എന്താവും? നോമ്പ് അനുഷ്ഠിക്കാനൊക്കെ കൽപ്പിക്കും. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തി, പാപമോചനം നടത്തി, നോമ്പ് അനുഷ്ഠിച്ച് അങ്ങനെയൊക്കെയാണ് എന്ത്? ആ നമസ്കാരത്തിന് വേണ്ടി പോവുക. അപ്പോൾ ആ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഖാദി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. പിന്നെ നേർച്ചയാക്കിയ നോമ്പ്. നമ്മളൊരു കാര്യം നേർച്ചയാക്കിയാൽ അത് പിന്നെ നിർബന്ധമായിട്ട് വരും. അതാണ് നേർച്ചയാക്കിയ നോമ്പ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലൊക്കെയാണ് അത് കൊടുക്കുമ്പോൾ എന്താ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആൻസർ എഴുതിക്കൊണ്ട് കേട്ടോ. ഇനി സുന്നത്തായ നോമ്പുകൾ 3 വിധമാണ്. 1, വർഷത്തിൽ വരുന്ന സുന്നത്ത് നോമ്പുകളൊക്കെ ഉണ്ടാവും, വർഷത്തിൽ. പിന്നെയോ 2, മാസത്തിൽ വരുന്ന സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവും. 3, ആഴ്ചയിൽ വരുന്ന സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. വർഷത്തിൽ വരുന്നത് സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അറഫ നോമ്പ് ഒരു വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ അല്ലേ? ദുൽഹിജ്ജ 9-നാണ് നമ്മൾ അറഫ, യോമ അറഫ. അപ്പോൾ അന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്. അടുത്തത് ആശൂറാ നോമ്പ്. അശ്റ എന്ന് പറഞ്ഞാൽ എത്ര? 10 എന്നല്ലേ? അപ്പോൾ മുഹറം 10-ന്റെ നോമ്പാണ് കേട്ടോ. അപ്പോൾ മറക്കരുത്. പിന്നെ താസുആന്റെ നോമ്പ്. തിസ് എന്ന് പറഞ്ഞാൽ എത്ര? 9 എന്നല്ലേ? അപ്പോൾ മുഹറം 9-ന്റെ നോമ്പ്. താസുആ, ആശൂറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ മിയറാജ് നോമ്പ്. നിങ്ങൾക്കറിയാം, റജബ് 27-നാണ് നമ്മൾ മിയറാജിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് വർഷത്തിലൊരിക്കൽ വരുന്ന നോമ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും കേട്ടോ, ശ്രദ്ധിച്ചോണ്ട്. ഇനി മാസത്തിൽ വരുന്ന നോമ്പുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാസങ്ങളിൽ വരുന്നത് സുന്നത്ത് നോമ്പുകളാണ് കേട്ടോ. എല്ലാ മാസത്തെയും തുടക്കത്തിലുള്ള 3 നോമ്പ് സുന്നത്താണ്. അപ്പോൾ അറബി മാസം 1, 2, 3 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. അതേപോലെ എല്ലാ മാസത്തെയും മധ്യത്തിലുള്ള 3 നോമ്പ്, അഥവാ 15, 16, 17. പിന്നെയോ എല്ലാ മാസത്തെയും ഒടുവിലത്തെ 3 ദിവസം അഥവാ 28, 29, 30 ഒക്കെ
അപ്പം ഇത് മാസങ്ങളിൽ വരുന്നതാണ്. ഇത് എല്ലാ മാസവും നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും കേട്ടോ. ഇനി ആഴ്ചകളിൽ വരുന്ന നോമ്പ്, തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. അതേപോലെ വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. പിന്നെ ബുധനാഴ്ച നോമ്പ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി കറാഹത്തായ നോമ്പ്, കറാഹത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കറാഹത്ത് കേട്ടില്ലേ നിങ്ങൾ? വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് പിടിക്കുക. വെള്ളിയാഴ്ച നോമ്പ് അനുഷ്ഠിക്കൽ അത്ര നല്ലതല്ല. ശരിക്കും പാവങ്ങളുടെ പിന്നെ പെരുന്നാളാണല്ലോ വെള്ളിയാഴ്ച അല്ലേ? അപ്പോൾ ഒരാൾ എല്ലാ വെള്ളിയാഴ്ച നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ള കറാഹത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നേക്കാം, ചിലപ്പോൾ മാസത്തിൽ 1, 2, 3 അല്ലെങ്കിൽ മധ്യത്തിൽ 15, 16, 17 നമ്മൾ പറഞ്ഞില്ലേ, 28, 29, 30 അതിലൊക്കെ വെള്ളിയാഴ്ച വന്നെങ്കിൽ ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. അവൻ സ്ഥിരമായിട്ട് കൊണ്ടുനടക്കുന്ന നോമ്പുകളല്ലേ, അതല്ല പറയണേ. എല്ലാ വെള്ളിയാഴ്ചയും മാത്രം എന്താവാ നോമ്പ് അനുഷ്ഠിക്കൽ കറാഹത്താണ്. ഇനി ഹറാമായ നോമ്പ്, ചില സമയത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. ഹറാമായ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഹറാമായ നോമ്പിൽ സ്വഹീ ആകുന്നതും സ്വഹീ ആകാത്തതുണ്ട്. ആ നോമ്പ് സ്വഹീയാകും, ചിലപ്പോൾ നോമ്പ് സ്വഹീ ആവുകയില്ല, ശരിയാവും അല്ലെങ്കിൽ ശരിയാവില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്വഹീ ആകുന്നത് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കലേ ഹറാമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ, ഭർത്താവ് നാട്ടിലുണ്ട്, ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ, ഫർദ് നോമ്പിലില്ല കേട്ടോ, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ എന്താണ്? ഹറാമാണ്. പക്ഷെ ആ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച ആ നോമ്പ് സഹിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഹറാമാണ് സ്വഹിയാവില്ല, ഹറാമാണ് ആവാത്തതും സ്വഹിയാകാത്തതും ശരിയാവാത്തതുമായ നോമ്പ് ചെറിയ പെരുന്നാൾ നോമ്പ്. എന്നാൽ ചെറിയ പെരുന്നാൾ ഉണ്ടാവുക ശവ്വാൽ 1 അല്ലേ? ശവ്വാൽ 1 പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള ദിവസമാണ്. അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല, ഹറാം. ആ നോമ്പ് ഒരാൾ പിന്നെ ചെറിയ പെരുന്നാളിൽ അന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ ശരിയാവില്ല, ഹറാമാണ്, കുറ്റം കിട്ടും ചെയ്യും, ശിക്ഷ കിട്ടും കേട്ടോ. വലിയ പെരുന്നാളിൻ്റെ നോമ്പ്, വലിയ പെരുന്നാൾ 4 ദിവസം ഉണ്ടല്ലോ, ആ 4 ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല. ദുൽഹിജ്ജ 11, 12, 13 എന്നീ അയ്യാമു തശ്രീഖ് ദിവസങ്ങളിലെ നോമ്പ്, അതാണ് വലിയ പെരുന്നാളിൻ്റെ. ഷഅബാൻ 15 ശേഷമുള്ള നോമ്പ്, ഷഅബാൻ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്, സ്വഹിയാകാത്തതുമാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ആ മാസത്തിൽ 3 പിന്നെ അത് നോക്കുന്നതിൻ്റെ രൂപം പറയുന്നുണ്ട് കേട്ടോ, പറയാം. പിന്നെ ഷക്കിൻ്റെ ദിവസത്തിലെ നോമ്പ്, ഷക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെ ദിവസം. മാസപ്പിറവ് കണ്ടോ കണ്ടില്ലേ എന്നൊക്കെ സംശയം വരുമല്ലോ, ഊഹാപോഹം. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ എന്താവും, കറക്റ്റായിട്ട് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നൊരു സമയമാണ്. കണ്ടാലുടനെ എന്താവും, മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിയും. മുമ്പത്തെ കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെക്കാണ് സംശയം എന്നാണ് കേട്ടോ, സംശയത്തിൻ്റെ ദിവസത്തിനൊന്നും. അപ്പോൾ നോമ്പ് വൽക്കാതിരിക്കണമെന്ന് നല്ലത് കേട്ടോ. ഇനി ഷഅബാൻ 15 ശേഷമുള്ള നോമ്പ് നമ്മൾ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് പറയാണ്. ഷഅബാൻ 15 ശേഷവും ഷക്കിൻ്റെ ദിവസവും 3 വിധ നോമ്പുകൾ അനുവദനീയമാണ്. ഷക്കിൻ്റെ ദിവസമാണെങ്കിലും ഷഅബാൻ 15 ദിവസങ്ങളിലാണെങ്കിലും 3 നോമ്പ് അനുവദനീയമാണ്. 1, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലായിക്കൊണ്ട്,
അപ്പോൾ ഇനി ബാക്കി നോക്കാം. നിർബന്ധമായ നോമ്പാണെങ്കിൽ ഇപ്പോൾ ശക്കിൻ്റെ ദിവസങ്ങളിലെ നോമ്പ്, അതേപോലെ ഷഅബാൻ 15 ശേഷമുള്ള നോമ്പ്, ഈ 3 കണ്ടീഷനിലാണെങ്കിൽ കുഴപ്പമില്ല. ഒന്ന്, നിർബന്ധമായ നോമ്പുകളാണെങ്കിൽ, എന്താ പറഞ്ഞാൽ, ഉദാഹരണമായി റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുകയാണ്. റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുകയാണ് ഈ ശക്കിൻ്റെ ദിവസം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഷഅബാൻ 15 ശേഷം ആ നോമ്പ് ഖളാ വീട്ടുകയാണ്, അപ്പോൾ കുഴപ്പമില്ല. കഫാറത്തിൻ്റെ നോമ്പാണ്, പ്രായശ്ചിത്തത്തിൻ്റെ നോമ്പാണ്, കുഴപ്പമില്ല. നേർച്ച നോമ്പാണ്, ഒക്കെ നിർബന്ധത്തിൽ വരുന്ന നോമ്പാണല്ലോ. അപ്പോൾ ഈ നോമ്പാളൊന്നും ഷഅബാൻ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ ശക്കിൻ്റെ ദിവസം നോക്കുന്നത് കൊണ്ടും നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല കേട്ടോ. പിന്നെ അവൻ്റെ പതിവ് അനുസരിച്ച് നോൽക്കുകയാണെങ്കിൽ പറ്റും. അവൻ സ്ഥിരമായിട്ട് ഉദാഹരണം പറയണേൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അവൻ നോമ്പ് അനുഷ്ഠിക്കുന്നവനാണ്. അപ്പോൾ അതിലെന്തായി, ഷഅബാൻ 15 ദിവസം ശേഷമുള്ള ദിവസം വന്നു, അത് വരുമല്ലോ. അപ്പോൾ ആ ദിവസം അവനക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പതിവായിട്ട് എന്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നവനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം ശക്കിൻ്റെ ദിവസവും ഷഅബാൻ 15 ശേഷവും അവനക്ക് എന്താവാം, നോമ്പ് അനുഷ്ഠിക്കാം. ഇനി ഷഅബാൻ 15 ശേഷമുള്ള നോമ്പ് 15നോട് ചേർത്ത് നോൽക്കൽ അനുവദനീയമാണ്. ഉദാഹരണമായിട്ട് 15 നോറ്റാൽ 16 നോൽക്കാം, 16 നോറ്റാൽ 17 നോൽക്കാം. ഇങ്ങനെ അവനക്ക് നോക്കുന്നതിന് പ്രയാസമില്ല, പ്രശ്നമില്ല എന്നാണ് പറയണത് കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഉമ്മത്തിന്, മുഹമ്മദ് നബിയുടെ സമുദായത്തിന് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കൽ ആണ് നിർബന്ധമാക്കപ്പെട്ടത്. നമ്മുടെ നബിയുടെ ഉമ്മത്തിങ്ങൾക്ക്, നമുക്കൊക്കെ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കലാണെന്ത് നിർബന്ധമാക്കപ്പെട്ടത്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ്? റമദാൻ മാസമാണ് അല്ലേ. സയ്യിദ് ഷുഹൂർ റമദാൻ കേട്ടോ. ചില ബ്രാക്കറ്റിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. സയ്യിദ് ഷുഹൂർ, മാസങ്ങളുടെ നേതാവ്, അതേതാണ്? റമദാനാണ്. അപ്പോൾ ഓപ്ഷനിൽ വേറെ പലതും ഉണ്ടാവും, അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി റമള എന്ന വാക്കിനർത്ഥം, റമളാൻ എന്നാണല്ലോ വാക്ക്, കരിക്കുന്നത് എന്നാണ്. കരിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. അതൊക്കെ ചോദിക്കട്ടോ. മാസങ്ങൾക്ക് പേര് വെക്കുന്ന കാലത്ത് നല്ല ചൂടുകാലമായതിനാണ് ഈ പേര് വന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. റമളാൻ മാസങ്ങൾക്ക് പേര് വെക്കുന്ന സമയത്ത് നല്ല ചൂടുകാലമായിരുന്നു, അതുകൊണ്ടാണ് റമളാൻ എന്ന് വന്നത് എന്നൊരു അഭിപ്രായം. ഒരു നല്ലൊരു അഭിപ്രായം എന്ന് പറയുന്നത്, സർവ പാപങ്ങളെയും കരിച്ചു കളയുന്ന മാസമാകുന്നതിനാൽ ആണ് നമ്മൾ പാപങ്ങളൊക്കെ കരിച്ചു കളയാം, അങ്ങനെയാണ് റമദാൻ എന്ന് വന്നത് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് കേട്ടോ. ഇനി എന്നാണ് നോമ്പ് ഫർളാക്കപ്പെട്ടത്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് എപ്പോഴും ചോദിക്കും. ഹിജറ വർഷം 2 ഷഅബാനിലാണ് റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടത്. കുട്ടികളൊന്ന് പറയും, ഹിജറ വർഷം 2 ഷഅബാനിലാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഇനി 9 റമദാനുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. എത്ര റമദാനാണ് നബിക്ക് ലഭിച്ചത്? 9 റമദാനുകളാണ്. അതിൽ 8 റമദാൻ മാസവും 29 നോമ്പേ കിട്ടിയിട്ടുള്ളൂ. ടോട്ടൽ നബിയുടെ ആയുസ്സിൽ 9 പ്രാവശ്യമാണ് നോമ്പ് വന്നത്. അതിൽ 8 പ്രാവശ്യവും 29ാമത്തെ ദിവസം മാസം കണ്ടിട്ടുണ്ട്, 30 കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഒരു വർഷം മാത്രമാണ് 30 തികഞ്ഞ് നബി നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. ഒന്ന് ഓർത്ത് വെക്കട്ടോ. ഇനി റമദാനുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകൾ, ഹദീസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ മദ്രസയൊക്കെ പഠിച്ചു തന്നെയാണ്, കുറച്ചും കൂടി ഹദീസുകൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ.
യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും വ്രതങ്ങൾ, നോമ്പുകൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ജനതക്കും എന്ത് നിർബന്ധമാക്കപ്പെട്ടിരുന്നു? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ ആയത്ത് നമ്മൾ പറഞ്ഞു. ഇനി അത് അൽ ബഖറ സൂറത്തിലെ 153 ആയത്തിലാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത്. ഇനി റമദാനുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കേട്ടോ, ആ ഹദീസും അതിൻ്റെ അർത്ഥമൊക്കെ ഒന്നൊക്കെ നോക്കി വെച്ചോളൂ. റമദാൻ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ. റമദാനിൻ്റെ ആദ്യ ഭാഗം റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 10ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. വ ഔസതുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 മദ്യം അല്ലേ, അതെന്താണ്? മഗ്ഫിറത്താണ്. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവെ എനിക്ക് നീ പുറത്തുതാ, ദുനൂബി എൻ്റെ ദോഷങ്ങൾ നീ എനിക്ക് പുറത്തുതാ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവെ. പിന്നെയോ മൂന്നാമത്തെ 10, അവസാനത്തെ 10 എന്താ? ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന 10ആണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലേ. ഇനി റമദാൻ്റെ ശ്രേഷ്ഠതകൾ പരാമർശിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമദാൻ ലതമന്നൗ അൻ തകൂന സനഹ കുല്ലുഹാ റമദാൻ. റമദാനിൽ ഉള്ളതെന്തെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അഥവാ റമദാൻ്റെ പ്രതിഫലം എത്രത്തോളമുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മത്ത് വർഷം മുഴുവൻ റമദാനാകാൻ ആഗ്രഹിക്കുമായിരുന്നു. റമദാൻക്ക് എത്രത്തോളം പ്രതിഫലമുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മത്ത് വർഷം മുഴുവൻ റമദാനാവാൻ ആഗ്രഹിക്കുമായിരുന്നു. പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ, ഒരു പ്രാർത്ഥനയാണല്ലേ. അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം. വബല്ലിഗ്നാ, നീ ഞങ്ങളെ എത്തിക്കണം. ശഹ്റ റമദാൻ, റമദാൻ മാസത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും വേണം കേട്ടോ. ഇനി മറ്റൊരു ഹദീസ്, അള്ളാഹു അനുവദിച്ച ഇളവ് കാരണമായിട്ടല്ലാതെ, അള്ളാഹു കുറേ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് നോമ്പിന് അല്ലേ. സ്ത്രീകൾക്കൊക്കെ ആർത്തവ രക്തസമയം, പിന്നെ നിഫാസ് രക്തത്തിൻ്റെ സമയം അല്ലേ, ആർത്തവകാലം, പ്രസവ നിഫാസിൻ്റെ കാലം, ആ സമയത്തൊന്നും അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല. അതൊക്കെ അള്ളാഹു കൊടുത്ത ഇളവുകളാണ്, ഒതുറുകളാണ്. അതല്ലാതെ അള്ളാഹു അനുവദിച്ച ഇളവ് കാരണമായിട്ടല്ലാതെ ഒരാൾ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ വർഷം മുഴുവൻ നോമ്പെടുത്താലും പരിഹാരമാവുകയില്ല, അത് പരിഹരിക്കപ്പെടുകയില്ല. എന്താ പറഞ്ഞേ? അള്ളാഹു അനുവദിച്ച ഇളവ് കാരണമായിട്ടല്ലാതെ ഒരാൾ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ വർഷം മുഴുവൻ നോമ്പെടുത്താലും പരിഹാരമാവുകയില്ല. മൻ അഫ്തറ യൗമൻ ഫീ റമദാൻ മിൻ ഗൈരി റുഖ്സ ലം യഖ്ളിഹു സിയാമ അദ്ദഹരി കുല്ലഹു വ ഇൻ സാമ. ഇനി അടുത്ത് ഇതൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട് ഉള്ള എന്താണ്, റമദാൻ നോമ്പിലേക്ക് പ്രചോദിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
മക്കയിലായിരിക്കുമ്പോൾ റമദാൻ കടന്നു വന്നു. റമദാനിലെ നോമ്പെടുക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ മക്ക എല്ലാത്തിടത്തും 1,00,000 റമദാന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മൻ അദ്റക റമദാൻ ബിമക്ക ഫസാമഹു വഖാമ മിൻഹു മാ തയസ്സറ കുതിബല്ലാഹു ലഹു 100,000 ശഹ്റിൻ റമദാന ഫീമാ സിവാ. മക്കയിലായിരിക്കുമ്പോൾ റമദാൻ കടന്നു വന്നു, റമദാനിൽ നോമ്പെടുക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ മക്ക എല്ലാത്തിടത്ത് 1,00,000 റമദാന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി എന്താ മറ്റൊരു ഹദീസ്? റമദാനിലെ അമലുകൾ ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അറിഞ്ഞു. ഫിത്തർ സക്കാത്ത് നൽകിയാലല്ലാതെ അത് ഉയർത്തപ്പെടുകയില്ല. നമുക്കറിയാലോ, അവസാനം ഫിത്തർ സക്കാത്ത് കൊടുക്കില്ലേ, മാസമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അല്ലെ, മാസം കണ്ടാൽ ഫിത്തർ സക്കാത്ത് കൊടുക്കും. അപ്പം നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് പറഞ്ഞത്. ഫിത്തർ സക്കാത്തോടു കൂടിയാണ് അത് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക. ഇന്ന ശഹ്റ റമദാൻ മുഗ്ലഖുൻ ബൈന സ്സമാഇ വൽ അർദ് ലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്തർ. ഇനി മറ്റൊരു ഹദീസ് ജാമിഅ സഗീറിൽ കേട്ടോ. സൂമോ തസിഹോ, നോമ്പനുഷ്ഠിക്കൂ, ആരോഗ്യം നേടൂ. നോമ്പ് കൊണ്ട് കുറേ ആരോഗ്യമായ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ വിട്ടുപോയതാണ്. നൗമു സ്വാഇമി ഇബാദത്തുൻ, നോമ്പുകാരൻ്റെ ഉറക്കം എന്താണ്? ഇബാദത്താണ്, ആരാധനയാണ്. കിടന്നുറങ്ങിയാലും കൂലി കിട്ടുന്നു. പിന്നെ ഗീബത്ത് പറഞ്ഞ 2 സ്ത്രീകളുടെ ചരിത്രം. ഗീബത്ത് അറിയില്ല, ഗീബത്ത് നമീമത്ത് ഒക്കെ പഠിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്ത്രീകൾ അള്ളാഹു ഹലാലാക്കിയ അന്നപാനീയങ്ങളും മറ്റും ഉപേക്ഷിച്ച് നോമ്പ് പിടിച്ചെങ്കിലും അള്ളാഹു ഹറാമാക്കിയ ഈബത്ത് പോലുള്ളതിൻ്റെ മേൽ നോമ്പ് മുറിച്ചിരിക്കുന്നു. ഭക്ഷണപാനീയങ്ങളൊന്നും അവർ കഴിക്കുന്നില്ല, പക്ഷെ നന്നായിട്ട് എന്ത് പറയുന്നുണ്ട്? ഗീബത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹ് ഹറാമാക്കിയതാണെന്ത്? ഗീബത്ത്. അതുകൊണ്ട് അവരുടെ നോമ്പ് നിഷ്ഫലമായി, ഒരു ഫലമില്ലാത്തതായി മാറി എന്നാണ് പറയുന്നത്. ഖിസ്സത്തുൽ മർഅതൈൻ അല്ലതൈനി വഖഅതാ ഫിൽ ഗീബ ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഹാതൈനി സ്വാമിതൻ അമ്മ അഹല്ലല്ലാഹു ലഹുമ വഫ്തറത അലാമ ഹറമല്ലാഹു അലൈഹിമ. ഇഹ്യാ ഉലൂമുദ്ദീനിലുള്ളതാണ് കേട്ടോ. ഇനി കൂടുതൽ വേഗത്തിൽ ധൃതിയിൽ നോമ്പ് മുറിക്കുന്ന അടിമയെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോമ്പ് തുറക്കാൻ സമയമായി, ബാങ്ക് കൊടുത്തു, ഉടനെ ബാങ്ക് എന്താണ് നോമ്പ് തുറക്കണം. അത് പിന്നെ ഇങ്ങനെ വൈകിച്ച ആണുങ്ങളൊക്കെ നോമ്പ് തുറക്കട്ടെ എന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കാം, അങ്ങനെയൊന്നുമല്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒരു കാരക്കച്ചീളെടുത്തെങ്കിലും പെട്ടെന്ന് നോമ്പ് തുറക്കുക. അത് അതിൻ്റെ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലൊക്കെ പിന്നെ കഴിച്ചാലും മതി. പക്ഷെ ആ നോമ്പ് തുറക്കൽ എന്തായിരിക്കണം? അത് ഏറ്റവും വളരെ പുണ്യമുള്ള കാര്യമാണ്. കൂടുതൽ വേഗത്തിൽ ധൃതിയിൽ നോമ്പ് മുറിക്കുന്ന അടിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അഹബ്ബ ഇബാദി ഇല അസ്റാഹും ഫിത്ര. അഹബ്ബ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇബാദി എൻ്റെ അടിമകൾ, ഇല അസ്റാഹും ഫിത്ര അവരുടെ ഫിത്ര നോമ്പ് തുറക്കൽ ധൃതിയിലാക്കുന്നവരെയാണ്. ഇനി മറ്റൊരു ഹദീസ്. സ്വർഗം വർഷം മുഴുവൻ ധൂമിക്കപ്പെടുകയും
അലങ്കരിക്കപ്പെടുകയും ചെയ്യും റമദാനിനെ വരവേൽക്കാൻ. റമദാൻ വന്നാൽ ഹൂറിലീങ്ങൾ വെളിവാക്കപ്പെടും. സ്വർഗയും വർഷം മുഴുവന് ധൂമിക്കപ്പെടും. തബൂഹർ നല്ല സുഗന്ധമൊക്കെ സെറ്റാക്കും, അലങ്കരിക്കും, ഡെക്കറേറ്റ് ചെയ്യും. എന്തിനെ? റമദാനെ വരവേൽക്കാൻ. റമദാൻ വന്നാൽ ഹൂറിലീങ്ങളൊക്കെ വെളിവാകും സ്വർഗത്തിൽ. ഇന്നൽ ജന്നത ലതുബ്ഖറു വതുസയ്യനു മിനൽ ഹൗലി ഇലൽ ഹൗൽ ലിദുഖൂലി ശഹ്രി റമദാൻ ഫതബ്റുസുൽ ഹൂറുൽ ഐൻ. പിന്നെ മറ്റൊരു ഹദീസ്, ഇന്നല്ലാഹ യൻദുറു ഇലാ തനാഫുസികും ഫി റമദാൻ ഫഅറുല്ലാഹ് മിൻ അൻഫുസികും ഖൈറ. റമദാനിൽ നിങ്ങളുടെ മത്സര ബുദ്ധിയോടെയുള്ള പ്രവർത്തനം അള്ളാഹു നിരീക്ഷിക്കും. നിങ്ങളിങ്ങനെ ധാരാളമായിട്ട് സുന്നത്ത് നമസ്കാരങ്ങൾ ചെയ്യുക, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, സൽക്കർമ്മങ്ങളിൽ ഇങ്ങനെ മുഴുകുക, തറാവിയൊക്കെ ഇങ്ങനെ നിസ്കരിക്കുക. ഇതൊക്കെ അള്ളാഹ് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിലിങ്ങനെ മത്സരിക്കണം നമ്മൾ, അല്ലേ? ഒരു ഖത്തം തീർത്തു, അടുത്തൊരു ഖത്തമും കൊണ്ട് തീർത്ത്, അങ്ങനെ ഇതിലിങ്ങനെ മത്സരിക്കുക, ആരാധനകൾ മത്സരിക്കുക. റമദാനിൽ നിങ്ങളുടെ മത്സര ബുദ്ധിയോടെയുള്ള പ്രവർത്തനം അള്ളാഹു നിരീക്ഷിക്കും. അള്ളാഹുവിന് നിങ്ങളുടെ ഉത്തമ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കുവിൻ. അള്ളാഹു നിങ്ങളുടെ ഏറ്റവും നല്ല കർമ്മങ്ങൾ നിങ്ങളെന്താവുക? കാണിച്ചു കൊടുക്കൂ. ഇന്നല്ലാഹ യൻദുറു ഇലാ തനാഫുസികും ഫി റമദാൻ ഫഅറുല്ലാഹ്. നിങ്ങൾ അള്ളാഹിനെ കാണിച്ചു കൊടുക്കും. മിൻ അൻഫുസികും ഖൈറ. ഇനി റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു 6 ലക്ഷം ദാസന്മാരെ നരകവിമുക്തരാക്കും. റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു 6 ലക്ഷം അടിമകളെ, ദാസന്മാരെ, നമ്മളൊക്കെ നരകവിമുക്തരാക്കും. അവസാന രാത്രിയിൽ അവസാന രാത്രിയിൽ അതുവരെയുള്ള രാത്രികൾ മോചിപ്പിച്ച അത്ര എണ്ണം പേരെ നരകവിമുക്തരാക്കും. അന്ന് നമ്മൾ വലിയ പെരുന്നാളിൻ്റെ വലിയ തിരക്കിലാക്കണം, അല്ലേ? ഇന്നല്ലാഹ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ 600,000 അതീഖും മിനൻ നാർ ഫഇദാ കാന ആഖിറു ലൈലത്തിൻ അഅതഖല്ലാഹു ബിഅദദി കുല്ലി മൻ മള. റമദാനിലെ ദാക്കിറിന് പൊറുക്കപ്പെടും. റമദാനിലെ ദിക്ർ ചെല്ലുന്ന ആൾക്ക് പൊറുക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവന് ഉത്തരം ലഭിക്കാതിരിക്കുകയുമില്ല. ദാക്കിറുല്ലാഹി ഫീ റമദാൻ മഗ്ഫൂറൻ ലഹു വസായിലുല്ലാഹ് ഫീഹി ലാ യഖീബു തർഗീബ്. ഇനി മറ്റൊരു ഹദീസ്, റമദാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമദാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മദീനയിലെ ഒരു റമദാൻ മറ്റു നാടുകളിലെ 1000 റമദാനേക്കാൾ ഉത്തമമാണ്. പലപ്പോഴും അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ റമദാനിലൊക്കെ എന്താ വന്നേ, ഉംറക്കൊക്കെ പോവാറില്ലേ, അവിടെ നോമ്പനുഷ്ഠിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് മദീനയിലൊക്കെ അല്ലേ താമസിക്കുകയൊക്കെ ചെയ്യും. റമദാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമദാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മറ്റൊരു ഹദീസ്, ഇദാ സുംതും ഫസ്താഖൂ ബിൽ ഗദാത്ത് വലാ തസ്താഖൂ ബിൽ അശിയ്യ. നോമ്പുണ്ടെങ്കിൽ കാലത്ത് പല്ല് തേക്കുക, പ്രഭാതത്തിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നോമ്പ് തേക്കരുത്. അടുത്തത്,
മൻ ഇഅ്തഖഫ 10 ഫീ റമളാൻ കാന കഹജ്ജതൈൻ വഉംറതൈൻ. റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുന്നത് 2 ഹജ്ജ് ഉംറക്ക് തുല്യമാണ്. മൻ ഇഅ്തഖഫ 10 ഫീ റമളാൻ കാന കഹജ്ജതൈൻ വഉംറതൈൻ. മറ്റൊരു ഹദീസ്, എല്ലാ സൽക്കർമ്മങ്ങൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും അല്ലേ? ഏതൊരു സൽക്കർമ്മത്തിനും നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച്. നോമ്പൊഴികെ അതിന് ഞാൻ അതിലേറെ പ്രതിഫലം നൽകും. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം നൽകുന്നതും ഞാനാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫ് ഇല്ല സൗം ഫഹുവ ലീ വഅന അജ്സി ബി. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം ഞാൻ നൽകുന്നു. അവസാനത്തെ ഒരു ഹദീസോട് ചർച്ച ചെയ്ത് നമുക്ക് നിർത്താം. قال النبي صلى الله عليه وسلم صمت الصائم تسبيح ونومه عبادة ودعاؤه مستجاب وعمله مضاعف. നോമ്പുകാരൻ്റെ മൗനം തസ്ബീഹാണ്, ഉറക്കം ഇബാദത്താണ്, ദുആ ഉത്തരം നൽകപ്പെടുന്നതാണ്, സൽക്കർമ്മങ്ങൾ ഇരട്ടികൾ പ്രതിഫലം നൽകപ്പെടുന്നതുമാണ്. സുംതു സ്വാഇമി തസ്ബീഹൻ വനൗമുഹു ഇബാദത്തുൻ വദുആഉഹു മുസ്തജാബുൻ വഅമലുഹു മുളാഅഫുൻ. അപ്പോൾ അത് പൂരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക, വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, ഉഷാറാവുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.